അല്ലാഹു അക്ബർ. ഇന്ന് നമ്മളൊരു നിസ്കാരത്തെ പറ്റി പഠിക്കുന്നു. വിശുദ്ധമായ റമദാനിൽ പ്രത്യേകിച്ച് 27-ാം രാവിലൊക്കെ ലോകത്തുള്ള ഏകദേശം ഭൂരിഭാഗം മുഅ്മിനീങ്ങളും നിസ്കരിക്കുന്ന, അവരൊഴിവാക്കാത്ത ഒരു നിസ്കാരമുണ്ട്, തസ്ബീഹ് നമസ്കാരം. ആ തസ്ബീഹ് നമസ്കാരം പ്രാക്ടിക്കലായി കാണിച്ചു തന്ന് ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തരുകയാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. തസ്ബീഹ് നമസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? എത്ര റക്അത്താണ്? ഈ നിസ്കാരത്തിൽ ഏത് സൂറത്താണ് ഓതേണ്ടത്? ഇതിൽ എത്ര പ്രാവശ്യമാണ് തസ്ബീഹ് പറയേണ്ടത്? ഏത് തസ്ബീഹാണ് പറയേണ്ടത്? റുകൂഇൽ എത്ര പ്രാവശ്യം പറയണം? സുജൂദിൽ എത്ര പ്രാവശ്യമാണ് പറയേണ്ടത്? ഇനി ഏതെങ്കിലും ഒരു സമയത്ത് ഈ തസ്ബീഹ് മറന്നുപോയാൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ? രാത്രിയാണോ നിസ്കരിക്കേണ്ടത്? പകലാണോ? പുരുഷന്മാർ മാത്രമാണോ? സ്ത്രീകൾക്ക് നിസ്കരിക്കാമോ? ഇന്നുള്ള ഒരുപാട് സംശയങ്ങൾ തസ്ബീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. എല്ലാ സംശയങ്ങളും തീർത്തിട്ടുള്ള ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ചെറിയ കുട്ടികൾക്ക് വരെ മനസ്സിലാകുന്ന രൂപത്തിലാണ് നമ്മൾ ഈ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുന്നത്. അതായത് തസ്ബീഹ് നമസ്കാരം കണ്ടും കേട്ടും നമുക്ക് പഠിക്കാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ നിസ്കാരത്തിൻ്റെ ആ പ്രാക്ടിക്കൽ രൂപത്തിലേക്ക് പോയാലോ? അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധമായ റമദാൻ, ആ റമദാനിൻ്റെ സുന്ദരമായ പവിത്രമായ അവസാനത്തെ പത്തിലെ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട പുണ്യമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് 25-ാം രാവാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ്. കഴിഞ്ഞ 23-ാം രാവ്, 21-ാം രാവെല്ലാം കടന്നുപോയി. അല്ലാഹു തആല ആ സമയത്താണ് ലൈലത്തുൽ ഖദർ വെച്ചിട്ടുള്ളതെങ്കിൽ അല്ലാഹു തആല അതിൻ്റെ പ്രതിഫലം നമുക്ക് തരട്ടെ. ആമീൻ. ഇനിയുള്ളത് 25-ാം രാവാണ്. ഇന്ന് മഗ്‌രിബോട് കൂടി വരുന്നു. അല്ലാഹു തആല ഈ സമയങ്ങളിലൊക്കെ നമുക്ക് നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് 25-ാം രാവ്, ഇനി വരുന്ന 27-ാം രാവ്, 29-ാം രാവ്, ഈ രാവുകളിലൊക്കെ നമ്മൾ എന്തായാലും, പ്രത്യേകിച്ച് 27-ാം രാവ്, നമ്മളിൽ ഭൂരിഭാഗം ആളുകളും എല്ലാ പള്ളികളിലും എല്ലാ ഉമ്മമാരും ഒക്കെ നിസ്കരിക്കുന്ന സുന്നത്തായ നിസ്കാരങ്ങളിൽ അതിപ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. ഇൻഷാ അല്ലാഹ് തസ്ബീഹ് നിസ്കാരം റമദാൻ 1 മുതലേ നിസ്കരിക്കുന്നവരുണ്ട്. ഇനി ഈ ഒരു സമയങ്ങളിലൊന്നും നിസ്കരിച്ചില്ലെങ്കിലും 27-ാം രാവിന് തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. അപ്പോൾ ഈ നമ്മൾ വല്ലപ്പോഴും നിസ്കരിക്കുന്ന ഒരു നിസ്കാരമായതുകൊണ്ട് ഒരുപാട് സംശയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ സംശയങ്ങളും തീർത്തിട്ടുള്ള നമ്മുടെ പ്രാക്ടിക്കലായ ക്ലാസ് നമ്മൾ തുടങ്ങുകയാണ്. ഇത് എല്ലാ ദിവസവും നിസ്കരിക്കാം, അല്ലെങ്കിൽ മാസത്തിലൊന്ന്, ആഴ്ചയിലൊന്ന്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിൽ, അതുപോലെ തന്നെ റമദാനിലെ എല്ലാ ദിവസവും, അല്ലെങ്കിൽ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നിസ്കരിച്ചിരിക്കേണ്ട ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. അപ്പോൾ ഇൻഷാ അല്ലാഹ് തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 10 പ്രത്യേകതയാണ്. അതായത് അറിഞ്ഞും അറിയാതെയും, ചെറുതും വലുതും, രഹസ്യവും പരസ്യവുമായി, ഒറ്റക്കും കൂട്ടായും, പുതിയതും പഴയതുമായ എല്ലാ തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരുന്ന നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരമെന്ന് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസ് എന്ന് പറയുന്ന സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ നിസ്കാരത്തോടെ നമ്മൾ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടണം. അപ്പോൾ നമുക്ക് നേരെ നിസ്കാരത്തിലേക്ക് പോയാലോ? നിസ്കാരത്തിൽ സാധാരണ നിസ്കാരം പോലെ തന്നെയാണ്, പക്ഷേ അതിൽ 2 വ്യത്യാസമാണ്. ഒന്നാമത്തേത് നീയത്തിലുള്ള വ്യത്യാസം. രണ്ടാമത്തേത് സാധാരണ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ സുജൂദ്, റുകൂഅ്, ഇഅ്തിദാൽ, അതിലൊക്കെ പ്രത്യേകമായ ദിക്റുകളൊക്കെ പറയാറുണ്ട്. ആ ദിക്റുകൾ ഈ നിസ്കാരത്തിനുമുണ്ട്. എക്സ്ട്രയായി മറ്റ് നിസ്കാരങ്ങളിൽ ഇല്ലാത്ത ഒരു തസ്ബീഹ് കൂടി നമ്മൾ ഈ തസ്ബീഹ് നിസ്കാരത്തിൽ ചേർക്കുന്നു. ഈ 2 പ്രത്യേകതയാണ് ഈ തസ്ബീഹ് നിസ്കാരത്തെ മറ്റ് നിസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ ടെൻഷനൊന്നും വേണ്ട. പലർക്കും പല ടെൻഷനാണ്. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? നിയ്യത്ത് എങ്ങനെയാണ്? റക്അത്ത് എങ്ങനെയാണ്? റക്അത്ത് തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും? അതുപോലെ സൂറത്ത് ഓതാൻ അറിയില്ല, എണ്ണം എങ്ങനെയാണ് പിടിക്കേണ്ടത്? അങ്ങനെ പല സംശയങ്ങളും, എല്ലാ സംശയങ്ങളും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തീർക്കാം. അല്ലാഹു തആല നമുക്ക് നല്ല രൂപത്തിൽ നിസ്കരിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രതിഫലം എന്താണ് അത് മുഴുവൻ കരസ്ഥമാക്കാനും തൗഫീഖ് തരട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ തസ്ബീഹ് നിസ്കാരം പ്രാക്ടിക്കലായി നിസ്കരിക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ നിസ്കാരം കണ്ടും കേട്ടും പഠിക്കാൻ പോവുകയാണ്. ഈ തസ്ബീഹ് നിസ്കാരം മൊത്തം 4 റക്അത്താണ്. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും, നിസ്കാരം കറാഹത്തില്ലാത്ത ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് നിസ്കരിക്കാം. അപ്പോൾ പകൽ നിസ്കരിക്കുകയാണെങ്കിൽ തസ്ബീഹ് നിസ്കാരം 4 റക്അത്ത് ഒന്നിച്ചാണ് നിസ്കരിക്കേണ്ടത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠത. പകൽ നിസ്കരിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ദുഹറൊക്കെ നിസ്കരിക്കൂലേ, ആ രൂപത്തിൽ.
ഇനി രാത്രിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ 2 റക്അത്ത് വീതം, ആദ്യം 2 റക്അത്ത് നമസ്കരിച്ചു, സലാം വീട്ടി, പിന്നെ വീണ്ടും നമ്മൾ എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിയത്ത് വെച്ച് നിസ്കരിക്കുക. അങ്ങനെയാണ് രാത്രി നിസ്കരിക്കുന്നവർ നിസ്കരിക്കേണ്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല രൂപം. അപ്പോൾ ഏറ്റവും നല്ല രൂപം ഇതാണ്: ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക, പിന്നെ സലാം വീട്ടുക. അപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടി വീണ്ടും 2 റക്അത്ത് എഴുന്നേറ്റ് നിസ്കരിക്കും. നമുക്കൊരു ആശ്വാസത്തിൽ പതിയെ നമുക്ക് ഒരു സമാധാനത്തിൽ നിസ്കരിക്കാൻ പറ്റും. ഈ 4 റക്അത്ത് തുടർച്ചയായി ഇങ്ങനെ നമ്മൾ നിസ്കരിക്കുമ്പോൾ, കാരണം തസ്ബീഹൊക്കെ നമ്മളിങ്ങനെ എണ്ണം തെറ്റി പോകാൻ സാധ്യതയുണ്ട്. അതായത് 4 റക്അത്തിലൂടെ 300 തസ്ബീഹാണ് നമ്മൾ ചൊല്ലുന്നത്. അപ്പോൾ ഒരു റക്അത്തിൽ 75 തസ്ബീഹ്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി നമ്മളിങ്ങനെ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ എണ്ണം തെറ്റിപ്പോവാനും അല്ലോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഒരു വസ്വാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പകൽ നിസ്കരിക്കുന്നവർക്ക് 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാം. രാത്രിയാണ് ബഹുഭൂരിപക്ഷം ആളുകളും തസ്ബീഹ് നിസ്കരിക്കാറുണ്ടാവുക, തറാവീഹ് എന്നെല്ലാം നമസ്കരിച്ചതിന് ശേഷം ആയിക്കോട്ടെ. അപ്പോൾ രാത്രി നിസ്കരിക്കുന്നവർക്ക് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ട് 2 റക്അത്ത് നിസ്കരിക്കാം. നമുക്കിനി ആ ഒരു രൂപത്തിലേക്ക് കടന്നാലോ? ഇനി പലരും ചോദിക്കുന്നത് തസ്ബീഹ് ഏതാണെന്ന്. തസ്ബീഹ് വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ നമസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് 4 ദിക്റുകൾ പറയാറില്ലേ? ഈ 4 ദിക്റുകളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് നിസ്കാരം കഴിഞ്ഞ് പറയുന്നത്. ഇത് 4 കൂടി ചേർത്തിട്ടുള്ളൊരു തസ്ബീഹാണ്. വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പവറുള്ള ദിക്റാണ്. ഏതാണത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ 4 ദിക്റുകളും ചേർത്ത് പറയുന്ന ഒരു വചനമാണ്. എന്ന് പറഞ്ഞേ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ഒരു തസ്ബീഹ് തന്നെയാണ് നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിലും പറയുന്നത്. ഓർക്കണ്ടാവും അല്ലേ? ഓരോ തക്ബീറിൻ്റെ ഇടയിലും പെരുന്നാൾ നമസ്കാരത്തിൽ നമ്മൾ പറയുന്ന ദിക്റും ഇത് തന്നെയാണ്. അപ്പോൾ ഈ ദിക്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലും മതി. എന്നാൽ ഇതാണ് ഏറ്റവും നല്ല രൂപം. എങ്ങനെ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുക. അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുകൂടി ചേർക്കാം. പക്ഷെ നല്ല രൂപം ഇതാണ്. അങ്ങനെ കുറച്ചുകൂടി നിസ്കാരം നീട്ടണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഇപ്പോൾ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് വേണമെങ്കിലും ചേർക്കാം. അങ്ങനെ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഏറ്റവും നല്ല രൂപം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ നിസ്കാരത്തിലേക്ക് പോയാലോ? നമ്മൾ നിങ്ങൾ നല്ല രൂപത്തിലൊക്കെ വുളു എടുക്കുക. പിന്നെ ഇത് സ്ത്രീകൾക്ക്, ഉമ്മമാർ വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ മതി. വാപ്പമാർക്ക് വീട്ടിൽ നിസ്കരിക്കാം, അതുപോലെ തന്നെ പള്ളിയിൽ നിസ്കരിക്കാം. പിന്നെ ഇത് ഒറ്റക്ക് നിസ്കരിക്കലാണ് നല്ലത്. ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ്. ഒറ്റക്ക് നിസ്കരിക്കുക. കാരണം ഇത് പല ആളുകളും പല രൂപത്തിലായിരിക്കും തസ്ബീഹ്. ചില ആളുകൾ സ്പീഡ് തസ്ബീഹ് ചൊല്ലും, ചില ആൾക്കാർ പതിയെ ആയിരിക്കും തസ്ബീഹ്. അപ്പോൾ തെറ്റിപ്പോവാൻ വളരെയധികം സാധ്യതയുള്ളൊരു നിസ്കാരമാണ് ഈ എണ്ണമൊക്കെ തെറ്റിപ്പോവാൻ. അപ്പോൾ അതുകൊണ്ട് ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ്, ഒറ്റക്ക് നിസ്കരിക്കലാണ് വേണ്ടത്. പിന്നെ ഈ ചില പള്ളികളിലൊക്കെ 27-ാം രാവിന് തസ്ബീഹ് നിസ്കാരം ഉണ്ടാകും. അപ്പോൾ എന്താണ്, ഈ തസ്ബീഹ് നിസ്കാരം വർഷത്തിലൊന്നായിരിക്കും ഭൂരിഭാഗം ആളുകൾ നിസ്കരിക്കുക. അപ്പോൾ ഈ എണ്ണമൊക്കെ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ജമാഅത്ത് അല്ല എന്ന ജമാഅത്താണ് എന്നുള്ള രൂപത്തിൽ, അതായത് നിയ്യത്ത് വെക്കുമ്പോൾ ജമാഅത്തായിട്ടാണെന്നല്ല, ഒറ്റക്ക് നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് വെക്കുക. അപ്പം അങ്ങനെ ഒരാൾ ഇമാമിനെ പോലെ ഫ്രണ്ടിൽ നിന്നിട്ട് ഉറക്കെ ഓതുന്നു, ബാക്കിയുള്ളവർ സ്വന്തമായിട്ട് അത് കേട്ടിട്ട് ചൊല്ലുന്ന ഒരു പതിവ് ചില പള്ളികളിൽ 27-ാം രാവിനുണ്ട്. അങ്ങനെ നിസ്കരിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് നമ്മൾ ഒന്ന് പഠിച്ചെടുത്താൽ നമ്മൾ എത്രയോ കാര്യം പഠിക്കുന്നു, ആ ഒരു 5 മിനിറ്റ് നമ്മൾ മെനക്കെട്ടിട്ട് ഇതൊന്ന് പഠിച്ചെടുത്താൽ ഒറ്റക്ക് റാഹത്തായി നിസ്കരിക്കാമല്ലോ. അപ്പോൾ നമ്മൾ നേരെ നിസ്കാരത്തിലേക്ക് പോകണം. ഒതുവെടുത്ത് വന്നു, നമ്മൾ മുസല്ലയിൽ അല്ലെങ്കിൽ നിസ്കാരപ്പായിലൊക്കെ നിൽക്കുന്നു. പിന്നെ ഇവിടെ പലരും ചോദിച്ചു, തറാവീഹ് നിസ്കാരത്തിലും ചോദിച്ചിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബാങ്കും ഇഖാമത്തും സുന്നത്ത് ഇല്ല, ബാങ്കും ഇഖാമത്തും വേണ്ട. അതിന് പകരം നമ്മൾ സ്വലാത്തുകളൊക്കെയാണ് പറയുന്നത്. എന്നതുപോലെ തന്നെ നമ്മൾ ഈ തസ്ബീഹ് നിസ്കാരത്തിലും ബാങ്കും ഇഖാമത്തും വേണ്ട. പലരും ചോദിച്ചു ബാങ്ക് വേണോ ഇഖാമത്ത് വേണോ എന്നൊക്കെ. വേണ്ട, ബാങ്കും ഇഖാമത്തും വേണ്ട. പകരം നമ്മൾ നിയ്യത്ത് വെച്ച് അങ്ങോട്ട് നിസ്കരിച്ചാൽ മതി. നമ്മൾ പ്രാക്ടിക്കലായി കാണിക്കുന്നത് 2 റക്അത്ത് നിസ്കാരമാണ്. മൊത്തം 4 റക്അത്ത് നിസ്കാരമാണ്. 4 റക്അത്തുകളിലും കൂടി 300 തസ്ബീഹാണ് വേണ്ടത്. നമ്മളിപ്പോൾ 2 റക്അത്താണ് പ്രാക്ടിക്കലായി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ബാക്കി 2 റക്അത്തും കൂടി നിസ്കരിച്ചാൽ മതി കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ നേരെ നിയ്യത്ത് വെക്കുകയാണ്. നിയ്യത്ത് മലയാളത്തിലും വെക്കാം, അറബിയിലും വെക്കാം. അറബിയിൽ വെക്കുമ്പോൾ ഉസല്ലി സ്വലാത്ത തസ്ബീഹി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല. 2 റക്അത്ത് തസ്ബീഹ് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. ഇതാണ് തസ്ബീഹ് നിസ്കാരത്തിൻ്റെ നിയ്യത്ത്. അതായത് നമ്മൾ ആദ്യം 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടി വീണ്ടും 2 റക്അത്താണല്ലോ നിസ്കരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ നിയ്യത്ത് വെച്ചാൽ മതി. 2 റക്അത്ത് തസ്ബീഹ് നമസ്കാരം, മലയാളത്തിൽ വെച്ചാലും മതി. 2 റക്അത്ത് തസ്ബീഹ് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഖിബ്ലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. കൈകെട്ടി കഴിഞ്ഞിട്ട്
വജ്ജഹത്തു ഓതുക. വജ്ജഹത്തു ഓതാൻ അറിയാലോ. വജ്ജഹത്തു വജിഹിയ ലില്ലദീ ഫത്തറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ. ഇത് നമ്മൾ വജ്ജഹത്തു ഓതി. അത് കഴിഞ്ഞിട്ട് പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ഫാത്തിഹക്ക് ഓതുമ്പോൾ പതിയെ ഓതിയാൽ മതി, ഉറക്കെ ഓതരുത് കേട്ടോ. നമ്മൾ ഈ ളുഹറും അസറൊക്കെ നിസ്കരിക്കില്ലേ, ആ സമയത്ത് നമ്മൾ പതിയല്ല ഓതുന്നത്, ആ രൂപത്തിൽ ഓതിയാൽ മതി കേട്ടോ. നമ്മൾ നോട്ടം എപ്പോഴും സുജൂദിൻ്റെ സ്ഥലത്തേക്കായിരിക്കണം കേട്ടോ. സുജൂദിൻ്റെ സ്ഥലത്തേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാത്തിഹ മുഴുവനായും ഓതുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അങ്ങനെ ഫാത്തിഹ മുഴുവനായും ഓതി ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സൂറത്ത് ഓതുക. സൂറത്ത് ഏത് വേണമെങ്കിലും ഓതാം. പക്ഷേ ഇതിൽ പ്രത്യേകമായ ഉലമാക്കൾ പഠിപ്പിക്കുന്ന സൂറത്ത്, ഒന്നാമത്തെ റക്അത്ത് നമ്മൾ അൽഹാക്കുമുത്തകാസുർ എന്ന് പറയുന്ന സൂറത്തുണ്ട്. നമുക്കറിയാമല്ലോ, ഒന്ന് ഓതിയാലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹാക്കുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന തുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഈ സൂറത്ത് ഉസ്താദ് ഞങ്ങൾക്ക് ഈ സൂറത്ത് അറിയില്ല. അറിയാവുന്ന ഏത് സൂറത്ത് ഓതിയാലും മതി, പക്ഷേ സുന്നത്തായത് ഈ രൂപമാണ്. ഈ സൂറത്ത് ഓതുക. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കുന്നത്. ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് 15 പ്രാവശ്യം ഓർത്തു വെച്ചോ, 15 വട്ടം നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ പറഞ്ഞ ദിക്ർ തസ്ബീഹ്, ആ തസ്ബീഹ് നമ്മൾ പറയുക 15 വട്ടം നൃത്തത്തിൽ. എങ്ങനെയാണ് പറയേണ്ടത്? നമ്മളിങ്ങനെ കൈ കെട്ടിയേക്കുമല്ലേ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. പലർക്കും പ്രശ്നം എന്ന് പറഞ്ഞാൽ എണ്ണം പിടിക്കുന്നതാണ്. നമുക്കിത് ഈ കൈ ഉണ്ടല്ലോ, ഈ കൈ ഇങ്ങനെ വെക്കാം, കുഴപ്പമില്ല. എന്നിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അപ്പോൾ ഉസ്താദേ കൈ ഇങ്ങനെ അനങ്ങൂലേ? തുടർച്ചയായിട്ടല്ലല്ലോ അനങ്ങുന്നത്, നമ്മളിങ്ങനെ അടക്കിക്കൊണ്ടിരിക്കുമല്ലോ. തസ്ബീഹ് ചെല്ലുന്ന സമയം നമുക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് നിസ്കാരം ബാത്തിലാവൂല. നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ. അങ്ങനെ 5 ആയി. പിന്നെ 6, 7, 8, 9, 10 10ആയി. പിന്നെ 11, 12, 13, 14, 15. 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. നൃത്തത്തിൽ 15 വട്ടം നമ്മൾ ഈ തസ്ബീഹ് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റുക്കൂഇലേക്ക് പോകുന്നു. അല്ലാഹു അക്ബർ. നമ്മൾ റുക്കൂഇൽ നിന്നിട്ടെ, റുക്കൂഇൽ സാധാരണ പറയുന്ന തസ്ബീഹ് ഉണ്ടല്ലോ, ആ ദിക്ർ അത് പറയുക. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. നമ്മൾ 3 വട്ടം സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന ദിക്ർ പറഞ്ഞു. ആ ദിക്ർ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ 10 പ്രാവശ്യമാണ് ഈ ദിക്ർ പറയേണ്ടത്, ഈ തസ്ബീഹ് പറയേണ്ടത് കേട്ടോ. 10 പ്രാവശ്യം. അപ്പോൾ നമുക്ക് എണ്ണാൻ സുഖമാണ്, കാരണം നമ്മളിങ്ങനെ കൈ വെച്ചേക്കുമല്ലേ. കൈ ഇങ്ങനെ വെച്ചിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി. ഇത് ഇവിടെ കണ്ട നമുക്കിങ്ങനെ 10 വിരലുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ എണ്ണാൻ സുഖമാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു. അങ്ങനെ നമുക്ക് ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എണ്ണാം 10 പ്രാവശ്യം. അപ്പോൾ റുക്കൂഇൽ 10 പ്രാവശ്യം. എന്നിട്ട് നമ്മൾ 10 പ്രാവശ്യം ഈ തസ്ബീഹ് പൂർണ്ണമായി ഓതിയിട്ട് നമ്മൾ പിന്നെ ഇഅ്തിദാലിലേക്ക് വരുന്നു. സമിഅ അല്ലാഹു ലിമൻ ഹമിദ. കണ്ട, ഇഅ്തിദാലിലേക്ക് നമ്മൾ വന്നു. ഇഅ്തിദാലിൽ വന്നിട്ട് റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദ് എന്ന് പറയുന്ന ഇഅ്തിദാലിലുള്ള ആ ഒരു ദിക്ർ, ആ ഒരു ദുആ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അപ്പോൾ ഈ ഇഅ്തിദാലിൽ നമ്മളിങ്ങനെയാണല്ലോ നിൽക്കുന്നത്. ഇഅ്തിദാലിൽ ഇങ്ങനെ നിന്നിട്ട് നമുക്കിങ്ങനെ എണ്ണാം. കൈ ഇങ്ങനെ വെച്ചേക്കുമല്ലേ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു. അപ്പോൾ നോട്ടൊക്കെ റുക്കൂഇൻ്റെ സ്ഥലത്തേക്കാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ക്യാമറയിലേക്ക് നോക്കുന്നത്, അല്ലാതെ എപ്പോഴും നമ്മൾ സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഈ ഇഅ്തിദാലിൽ 10 പ്രാവശ്യം ഓതുക. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ സുജൂദിലേക്ക് പോവാൻ. നമ്മൾ തറാവീഹ് നമസ്കാരത്തിൻ്റെ വീഡിയോ എടുത്തപ്പോൾ
ചില ആളുകൾ കമൻറ്റായി ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ ഇങ്ങനെ തൊപ്പി വെച്ച് സുജൂദ് ചെയ്താൽ സുജൂദ് ശരിയാകുമോ? ഞാൻ സാധാരണ ഈ വീഡിയോ എടുക്കുമ്പോഴാണ് തൊപ്പി ഇങ്ങനെ വെക്കുന്നത്, അല്ല നിസ്കാരത്തിലൊക്കെ തൊപ്പി ഇങ്ങനെ കയറ്റിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ സുജൂദ് ശരിയാവണമെങ്കിൽ നിസ്കാര കുപ്പായം ധരിക്കുന്ന ഉമ്മമാരാണെങ്കിലും ടവല് കെട്ടുന്ന വാപ്പമാരാണെങ്കിലും തൊപ്പി വെക്കുന്ന വാപ്പമാരാണെങ്കിലും ഒരിക്കലും നിസ്കരിക്കുന്ന സമയത്ത് തൊപ്പി ഇങ്ങനെ വരാൻ പാടില്ല. അല്ലാത്ത സമയത്ത് വന്നെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നിസ്കരിക്കുന്ന സമയത്ത് ഇങ്ങനെ നെറ്റി മറയാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്താണ് സുജൂദ് ചെയ്യുമ്പോൾ നെറ്റിത്തടം അവിടെ ഭൂമിയിൽ മുട്ടൂല. അപ്പോൾ അതുകൊണ്ട് നിസ്കരിക്കുന്ന ഉമ്മമാർ എന്ത് ചെയ്യണം, ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പൊക്കി വെച്ചാൽ മുടി കാണും. അപ്പോൾ ആ മുടി കാണാത്ത രൂപത്തിൽ എന്നാൽ നെറ്റി കാണുന്ന രൂപത്തിൽ നിങ്ങൾ മക്കനെ ധരിക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ എഴുത്തുതാല് കഴിഞ്ഞു. എഴുത്തുതാല് നമ്മൾ 10 പ്രാവശ്യം പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടാ? ഒന്നാമത്തെ സുജൂദിലേക്ക്. അല്ലാഹു അക്ബർ. കണ്ടോ, ഈ ഒന്നാമത്തെ സുജൂദിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുവാണ്. ഉമ്മമാർ, സഹോദരിമാർ കൈ ഇങ്ങനെയല്ല വെക്കേണ്ടത്, കൈ ഇങ്ങനെ ചേർത്ത് വെക്കണം. ഇങ്ങനെയാണ് വെക്കേണ്ടത്. പുരുഷന്മാർ സുജൂദ് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ വിടർത്തിയാണ് വെക്കേണ്ടത് കേട്ടോ. നമ്മളിങ്ങനെ സുജൂദിൽ കിടന്ന് സുജൂദിൽ പറയുന്ന സാധാരണ ദുആ ഉണ്ടല്ലോ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന ആ ഒരു ദിക്ർ 3 വട്ടം. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അപ്പോൾ ആ ഒരു ദിക്ർ പറഞ്ഞതിന് ശേഷം 10 പ്രാവശ്യം നമ്മൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 10 പ്രാവശ്യം നമ്മളവിടെ പറയുക. ഒന്നാമത്തെ സുജൂദിൽ നിന്ന് പിന്നെ നമ്മൾ സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലേക്ക് വന്നു. ഈ ഇരുത്തത്തിൽ നമ്മൾ എന്താ പറയേണ്ടത്? റബ്ബി ഗ്ഫിർലി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി, സാധാരണ പറയുന്ന ദിക്ർ. അത് കഴിഞ്ഞിട്ട് പിന്നെ 10 പ്രാവശ്യം ഇവിടെയും എന്ത് പറയണം? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു. അപ്പോൾ നമുക്കിങ്ങനെ എണ്ണം പിടിക്കാൻ പറ്റും, കയ്യിൽ ഇങ്ങനെ എണ്ണം പിടിക്കാൻ പറ്റും കേട്ടോ, കുഴപ്പമില്ല. ഇവിടെ നമ്മൾ 10 പ്രാവശ്യം ചൊല്ലി. ഇത് രണ്ടാമത്തെ സുജൂദിലേക്ക് നമ്മൾ പോകുന്നു. അല്ലാഹു അക്ബർ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അത് 3 വട്ടം പറഞ്ഞിട്ട് പിന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു. അത് നമ്മൾ രണ്ടാമത്തെ സുജൂദിലും എത്ര പ്രാവശ്യം പറയണം? 10 പ്രാവശ്യം പറയണം. ഇപ്പോൾ മൊത്തം എത്രയായി കാണും? 65 തസ്ബീഹായി. നമുക്കൊന്ന് എണ്ണിയാലോ? അതായത് നൃത്തത്തിൽ ഫാത്തിഹ സൂറത്തിന് ശേഷം നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു? 15 പ്രാവശ്യം പറഞ്ഞു. പിന്നെ നമ്മൾ റുക്കൂഇലേക്ക് പോയി 10 പ്രാവശ്യം പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഇഅ്തിദാലിലേക്ക് വന്നു, 10 പ്രാവശ്യം പറഞ്ഞു. പിന്നെ ഒന്നാമത്തെ സുജൂദിൽ വന്നു, 10 പ്രാവശ്യം പറഞ്ഞു. പിന്നെ സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തത്തിൽ 10 പ്രാവശ്യം പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ സുജൂദിൽ നമ്മൾ 10 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ 65 തസ്ബീഹായി. നമുക്ക് ഒരു റക്അത്തിൽ വേണ്ടത് 75 തസ്ബീഹാണ്. എന്നാലേ 4 റക്അത്തിലും കൂടി 300 തസ്ബീഹാവുള്ളൂ. ഇപ്പോൾ 65 ആയിട്ടുള്ളൂ. നമ്മളിപ്പോൾ നിലവിലുള്ളത് രണ്ടാമത്തെ സുജൂദിലാണ്. ആ പൊസിഷനിലേക്ക് നമുക്കൊന്നുകൂടി പോയാലോ? രണ്ടാമത്തെ സുജൂദ്. ഒന്നാമത്തെ റക്അത്തിൽ നിന്നും നമ്മൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ അല്ലാഹു അക്ബർ, ഒരിരുത്തം. ഈ ഇരുത്തത്തിൻ്റെ പേരാണ് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം. ഇതെല്ലാ നിസ്കാരത്തിലും സുന്നത്താണ്. ഈ ഇരുത്തത്തിൽ എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം. ഈ ഇരുത്തത്തിൽ സാധാരണ പ്രത്യേകിച്ച് ഒരു ദിക്റും തസ്ബീഹൊന്നും ഇല്ല. പക്ഷെ നമ്മൾ ഈ തസ്ബീഹ് നിസ്കാരത്തിൽ നമ്മൾ ഇങ്ങനെ ഈ ഇരുത്തത്തിൽ 10 പ്രാവശ്യം ഈ ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ നമ്മളിവിടെ 10 പ്രാവശ്യം പറയുന്നു. അപ്പോൾ എത്രയായി? 75 അല്ലേ? അപ്പോൾ 75 തസ്ബീഹായി. അപ്പോൾ നമ്മളിവിടെ 10 പ്രാവശ്യം ഈ ഒരു ദിക്ർ പറഞ്ഞ് ഈ ഒരു തസ്ബീഹ് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് പോവുകയാണ്. എങ്ങനെയാ? ആ സമയത്ത് നമ്മൾ പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ നേരെ രണ്ടാമത്തെ റക്അത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ റക്അത്തിലേക്ക് കണ്ടോ, രണ്ടാമത്തെ റക്അത്ത് നമ്മൾ എത്തി. അപ്പോൾ ഒരു റക്അത്താണ് കഴിഞ്ഞത്. ആ ഒരു റക്അത്തിൽ മൊത്തം 75 തസ്ബീഹ് നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ റക്അത്തിലേക്ക് നമ്മൾ വന്നിട്ട് പിന്നെ അഊദു ഓതുക, ഫാത്തിഹ സൂറത്ത് ഓതുക. ഫാത്തിഹ മുഴുവനായി ഓതിയിട്ട് പിന്നെ ഓതൽ സുന്നത്തായൊരു സൂറത്താണ് വൽ അസ്ർ, സൂറത്തുൽ അസ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ആ സൂറത്തുൽ അസ്ർ നമ്മൾ ഓതുക. അറിയില്ലാത്തവർക്ക് അറിയാവുന്ന സൂറത്ത് ഓതിയാലും മതി. അങ്ങനെ സൂറത്തുൽ അസ്ർ ഓതി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ആ ദിക്ർ പറയുന്നു. പിന്നെ നേരെ നമ്മൾ റുക്കൂയിലേക്ക് പോകുന്നു. അല്ലാഹു അക്ബർ. റുക്കൂയിൽ നമ്മൾ വന്നു. റുക്കൂയിൽ ചൊല്ലേണ്ട ദിക്റിന് ശേഷം പിന്നെ നമ്മുടെ തസ്ബീഹ്
10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ആ ദിക്ർ 10 പ്രാവശ്യം ചൊല്ലി പിന്നെ സമിഅല്ലാഹു ലിമൻ ഹമിദ നമ്മൾ എഴുത്തുദാലിലാണ്. എഴുത്തുദാലിൽ നമ്മൾ സാധാരണ ചൊല്ലേണ്ട ദിക്റിന് ശേഷം 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ തസ്ബീഹ് മറന്നു പോകരുത് കേട്ടോ. ആ തസ്ബീഹ് ചൊല്ലി പിന്നെ നമ്മൾ നേരെ സുജൂദിലേക്ക് പോകുന്നു. അല്ലാഹു അക്ബർ സുജൂദിൽ വന്നു. ഒന്നാമത്തെ സുജൂദാണ്. സുജൂദിൽ വന്നിട്ട് പിന്നെ നമ്മൾ ചൊല്ലേണ്ട ദിക്റിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ആ ദിക്ർ 10 പ്രാവശ്യം ചൊല്ലുക. അത് കഴിഞ്ഞ് പിന്നെ സുജൂദിൽ നിന്നും നമ്മൾ എഴുന്നേൽക്കുന്നു. അല്ലാഹു അക്ബർ കണ്ട നമ്മൾ സുജൂദിൽ നിന്നും എഴുന്നേറ്റു. ഇവിടെ എഴുന്നേറ്റിട്ട് സുജൂദിൻ്റെ ഇടയിൽ പറയേണ്ട ദിക്ർ അത് പറഞ്ഞതിന് ശേഷം 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ആ ദിക്ർ പറയുക. പിന്നെ നേരെ നമ്മൾ രണ്ടാമത്തെ സുജൂദിലേക്ക് അല്ലാഹു അക്ബർ സുജൂദിൽ സ്ഥിരമായി ചൊല്ലേണ്ട ദിക്റിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ പറയുക. രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരുന്നത് അത്തഹിയാത്തിലേക്ക് അല്ലേ. അല്ലാഹു അക്ബർ അത്തഹിയാത്തിലേക്ക് നമ്മൾ വന്നു. പിന്നെ അത്തഹിയാത്തിലിരിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ അത്തഹിയാത്തിലിരിക്കൂലേ, ഈ ഒരു ഇരുത്തമാണ് കേട്ടോ, ഈ ഒരു ഇരുത്തമാണ് ഇരിക്കേണ്ടത്. എന്നിട്ട് പിന്നെ നമ്മൾ അത്തഹിയാത്ത് ഓതുകയാണ്. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ. നമ്മൾ ആ അത്തഹിയാത്ത് ഓതിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ 10 പ്രാവശ്യം ആ ദിക്ർ പറയുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ആ തസ്ബീഹ് നമ്മൾ 10 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മൾ സലാം വീട്ടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സലാം വീട്ടുമ്പോൾ ശ്രദ്ധിക്കണേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അങ്ങനെ വേണ്ട നമ്മൾ. കാരണം അങ്ങനെ നിസ്കാരം പാത്രമാകുമ്പോൾ ഒരുപാട് പേരുടെ നിസ്കാരം പാത്രം ഭയങ്കര ഈമാനിലൊക്കെ നിസ്കരിച്ച് അവസാനം കൊണ്ട് നിസ്കാരം നശിപ്പിക്കുന്നൊരു അവസ്ഥയുണ്ട്. അതായത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് മതി. അങ്ങനെ സലാം വീട്ടി. അപ്പോൾ ഇപ്പോൾ എത്രയായി? 150 തസ്ബീഹായി 2 റക്അത്തിലൂടെ. 2 റക്അത്താണ് നമ്മളിപ്പോൾ നിസ്കരിച്ചത്. ആ 2 റക്അത്തിൽ കൂടി 150 തസ്ബീഹാണ് നമ്മൾ ചൊല്ലിയത്. ഈ അത്തഹിയാത്തിലിരിക്കുമ്പോഴേ ചില പണ്ഡിതന്മാർ പറയുന്നു ഈ തസ്ബീഹ് ചൊല്ലിയിട്ട് അത്തഹിയാത്ത് ഓതിയാൽ മതി എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയും ഓതാം. അല്ലെങ്കിൽ നമ്മൾ അത്തഹിയാത്ത് ഓതിയിട്ട് നമ്മൾ സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് തസ്ബീഹ് 10 പ്രാവശ്യം പറഞ്ഞാൽ മതി. അങ്ങനെയും പറയാം. അങ്ങനെ പറയലാണ് ഏറ്റവും നല്ലത്. നമ്മൾ 2 റക്അത്ത് തസ്ബീഹ് നമസ്കാരമാണ് ഇപ്പോൾ നിസ്കരിച്ചത്. നമ്മൾ നിസ്കരിച്ചു, സലാം വീട്ടി. ഇനി നമുക്കുള്ളത് 2 റക്അത്ത് കൂടി ബാക്കിയുണ്ട്. അതായത് ഇപ്പോൾ 150 തസ്ബീഹ് 2 റക്അത്തിൽ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 150 തസ്ബീഹ് കൂടി പറയാനുണ്ട്. 2 റക്അത്ത് ബാക്കിയുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ എഴുന്നേറ്റിട്ട് 2 റക്അത്ത് തസ്ബീഹ് നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ നമ്മൾ നിയ്യത്ത് വെക്കുക, കൈകെട്ടുക. എന്നിട്ട് പിന്നെ വജ്ജഹത്ത് ഓതുക, അഊദു ബിസ്മി ഫാത്തിഹ മുഴുവനായി ഓതുക. പിന്നെ 3ാമത്തെ റക്അത്തിൽ നമ്മൾ ഓതൽ സുന്നത്തായ സൂറത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്താണ്. ആ സൂറത്ത് ഓതുക. സൂറത്ത് കഴിഞ്ഞിട്ട് 15 വട്ടം ഈ ഒരു തസ്ബീഹ് പറയുക. അത് കഴിഞ്ഞ് പിന്നെ റുകൂഅ്, ഇഅ്തിദാൽ, പിന്നെ 1ാമത്തെ സുജൂദ്, സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം, പിന്നെ 2ാമത്തെ സുജൂദ്. 2ാമത്തെ സുജൂദ് കഴിഞ്ഞ് 2ാമത്തെ റക്അത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം. ആ ഇരുത്തം മറന്നു പോകരുതേ. ആ ഇരുത്തത്തിൽ 10 പ്രാവശ്യം പറയുക. അത് കഴിഞ്ഞ് പിന്നെ 2ാമത്തെ റക്അത്തിലേക്ക് വന്നു. പിന്നെ ഇതുപോലെ തന്നെ നിസ്കരിക്കുക. അങ്ങനെ ഇപ്പം നമ്മൾ നിസ്കരിച്ചതുപോലെ 2 റക്അത്ത് കൂടി നിസ്കരിക്കുക. ഈ തസ്ബീഹൊക്കെ പറഞ്ഞിട്ട് 2ാമത്തെ റക്അത്തിൽ നമ്മൾ ഓതേൻ സുന്നത്തായ സൂറത്ത് ഖുൽ ഹു അല്ലാഹു അഹദ് എന്ന സൂറത്താണ്. മൊത്തം 4 റക്അത്താണ്. 1ാമത്തെ റക്അത്തിൽ അൽഹാഖു മുത്തക്കാസിർ എന്ന് പറയുന്ന സൂറത്ത്. 2ാമത്തെ റക്അത്തിൽ വൽ അസ്ർ. അത് കഴിഞ്ഞ് നമ്മൾ സലാം വീട്ടി. പിന്നെ 2ാമത്തെ സെക്ഷനിലെ ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. പിന്നെ ഏറ്റവും അവസാനത്തെ റക്അത്തിൽ ഖുൽ ഹു അല്ലാഹു അഹദ്. അപ്പോൾ മൊത്തം 4 റക്അത്ത്. അപ്പോൾ ഈ 4 സൂറത്തുകളാണ് ഓതേണ്ടത്. ഓതൽ സുന്നത്തായിട്ടുള്ളത്. അറിയാവുന്ന ഏത് സൂറത്ത് ഓതിയാലും മതി. പിന്നെ നമ്മൾ 4ാമത്തെ റക്അത്ത് നമ്മൾ അത്തഹിയാത്തിലിരിക്കുമ്പോൾ നമ്മൾ അവസാനത്തെ അത്തഹിയാത്തിൻ്റെ ഇരുത്തം, ഈ ഇരുത്തമാണ് നമ്മൾ ഇരിക്കേണ്ടത് കേട്ടോ. നമുക്കറിയാമല്ലോ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് ഈ ഇരുത്തമാണ് നമ്മൾ ഇരിക്കേണ്ടത്. അത്തഹിയാത്തിൽ ഇരുന്നിട്ട് ആദ്യം തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അത് പറയുക. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് അത് പറയുക. അത് കഴിഞ്ഞ് പിന്നെ എന്താ നമ്മൾ ദുആ പറയൂലേ, അത് ദുആ പറയൽ സുന്നത്താണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന എന്ന് പറഞ്ഞാലും മതി. പക്ഷേ ഏതായാലും നമ്മൾ നിസ്കരിക്കുന്നു, റാഹത്തായിട്ട് അങ്ങോട്ട് നിസ്കരിക്കട്ടെ. അവസാനത്തെ അത്തഹിയാത്തിൽ പറയുന്ന ആ ദുആയും നല്ലതാണ്, അത് ഓതാം. അത്തഹിയാത്തും സ്വലാത്തും ദുആയൊക്കെ നമ്മൾ ഓതി കഴിഞ്ഞിട്ട് പിന്നെ 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ആ ദിക്റുകൾ കൂടി പറഞ്ഞിട്ട് നമ്മൾ സലാം വീട്ടുക.
അപ്പോൾ മൊത്തം 4 റക്അത്താണ് തസ്ബീഹ് നമസ്കാരം. 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നിസ്കരിച്ച ആ രൂപം ഉണ്ടല്ലോ, അതാണ് ഒന്നുകൂടി നമുക്ക് റാഹത്തായി സമാധാനത്തിൽ നിസ്കരിക്കാം. 2 റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടി, വീണ്ടും നമ്മൾ കുറച്ചൊന്ന് വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് ഒന്നൊന്ന് ഉഷാറായിട്ട്, ഉളു പോയ ആളുകളുണ്ടെങ്കിൽ ഉളു എടുത്തിട്ട് വന്ന് പിന്നെ വീണ്ടും നമുക്കൊന്ന് റാഹത്തായി നിയ്യത്തൊക്കെ വെച്ചിട്ട് പിന്നെ 2 റക്അത്ത് വീണ്ടും നമ്മൾ നിസ്കരിക്കുക. ഇനി ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാകും, ഉസ്താദേ ഞങ്ങൾ റുക്കൂയിൽ ചെന്നു, റുക്കൂയിൽ നമ്മൾ സാധാരണ പറയുന്ന ദിക്റിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഈ തസ്ബീഹ് പറയാൻ മറന്നുപോയി, ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇഅ്തിദാലിലേക്ക് വന്നു, എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞങ്ങൾ 1ാമത്തെ സുജൂദിൽ ഇരിക്കുകയാണ്, സുജൂദിൽ ചെന്നിട്ട് സാധാരണ സുജൂദിൽ പറയേണ്ട ദിക്ർ പറഞ്ഞു, പിന്നെ എന്ത് ചെയ്തു? ഈ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ആ തസ്ബീഹ് പറയാൻ മറന്നുപോയി, നേരെ സുജൂദിൽ നിന്ന് എഴുന്നേറ്റു, എന്ത് ചെയ്യും? ആ സമയത്ത് നമ്മൾ സുജൂദിലേക്ക് മടങ്ങേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇഅ്തിദാലിൽ ചെന്നിട്ടാണ് അല്ലോ റുക്കോയിൽ ഞാൻ ആ തസ്ബീഹ് പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും റുക്കോയിലേക്ക് പോവേണ്ട ആവശ്യമൊന്നുമില്ല. നിസ്കാരത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ തസ്ബീഹ് മറന്നുപോയാൽ, നമ്മൾ നൃത്തത്തിലാണ് മറന്നുപോയതെങ്കിൽ, നമ്മൾ ഫാത്തിഹയൊക്കെ ഓതിക്കഴിഞ്ഞിട്ട് സൂറത്തും ഓതിക്കഴിഞ്ഞ് ഈ തസ്ബീഹ് മറന്നുപോയെന്ന് വിചാരിക്കുക, നമ്മൾ നേരെ റുക്കൂയിലേക്ക് പോയാൽ നൃത്തത്തിൽ 15 പ്രാവശ്യമല്ലേ പറയേണ്ടത്, ആ 15 പ്രാവശ്യം പറയേണ്ട ദിക്ർ കൂടി നമുക്ക് എന്തിനകത്ത് പറയാം? റുക്കൂയിൽ പറയാം, റുക്കൂയിൽ പറയാം. ഇനി ഇഅ്തിദാൽ നമ്മൾ മറന്നുപോയി, നമുക്ക് എവിടെ അത് ചേർക്കാൻ പറ്റും? സുജൂദിൽ. 1ാമത്തെ സുജൂദ് ചെയ്യൂലേ, ആ 1ാമത്തെ സുജൂദിൽ നമുക്ക് സുജൂദിൽ പറയേണ്ട 10 തസ്ബീഹിൻ്റെ കൂടെ തന്നെ ഈ മറന്നുപോയ 10 തസ്ബീഹും കൂടി നമുക്ക് അവിടെ പറയാം. നമ്മളിനി റുക്കൂയിലോ അല്ലെങ്കിൽ ഇഅ്തിദാലിലോ അല്ലെങ്കിൽ സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തത്തിലോ, പ്രത്യേകിച്ച് ഭൂരിഭാഗം ആളുകൾ മറന്നു പോകുന്ന എവിടെയാണ്? ഈ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം. പെട്ടെന്ന് അങ്ങോട്ട് 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് പോകും. ആ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ പറയേണ്ട 10 പ്രാവശ്യമുള്ള ദിക്ർ ചിലപ്പോൾ ആ ഒരു തസ്ബീഹ് ചിലപ്പോൾ മറന്നു പോകും. കുഴപ്പമില്ല, ഏത് പ്രവൃത്തിയിലാണോ നമ്മൾ ആ തസ്ബീഹ് മറന്നുപോയത് അത് നമ്മൾ ഓർത്തു വെക്കുക. ഓർത്ത് വെച്ചിട്ട് നമ്മൾ അത്തഹിയാത്ത് ഇരിക്കൂലേ, ആ അത്തഹിയാത്തിൽ നമുക്ക് മറന്നുപോയ തസ്ബീഹ് നമുക്ക് അവിടെ ചേർത്ത് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല കേട്ടോ. ചിലപ്പോൾ തസ്ബീഹ് ചൊല്ലുമ്പോൾ ചിലപ്പോൾ കൂടിപ്പോകും, ചിലപ്പോൾ 10 എന്നുള്ളത് ചിലപ്പോൾ 11 ആകും, ചിലപ്പോൾ 12 ആകും, അല്ലെങ്കിൽ 15 പ്രാവശ്യം ചൊല്ലേണ്ട തസ്ബീഹ് ചിലപ്പോൾ 20 ആയിപ്പോൾ. ചില ആളുകൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ ശ്രദ്ധ വിട്ടുപോകാം, അല്ലെങ്കിൽ എണ്ണം തെറ്റിപ്പോകാം, അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ നൃത്തത്തിൽ ഫാത്തിഹ സൂറത്തിന് ശേഷം 15 പ്രാവശ്യമല്ലേ, ചിലപ്പോൾ 10 പ്രാവശ്യം നമ്മൾ ചൊല്ലിയിട്ടുണ്ടാവുള്ളൂ, 15 എന്നുള്ളത് മറന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ ഒരു 5 അവിടെ ഷോട്ട് വന്നു, അത് നമുക്ക് എന്ത് ചെയ്യാം? റുക്കൂയിൽ ചൊല്ലാം, കുഴപ്പമില്ല. അപ്പോൾ ഇത് ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല, തലപോകുന്ന കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ്. അപ്പോൾ ആ നിസ്കാരത്തിൻ്റെ രൂപം ഒന്ന് പഠിച്ചെടുത്താൽ ബാക്കി റാഹത്തായി ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കരിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ നിസ്കാരം, തസ്ബീഹ് നിസ്കാരം, ഇത് ഉമ്മമാർക്ക് നിസ്കരിക്കാം, സഹോദരിമാർക്ക് നിസ്കരിക്കാം, വാപ്പമാർക്ക്, എല്ലാവർക്കും, ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. ഈ നിസ്കാരത്തിൻ്റെ രൂപമൊക്കെ അറിയാമായിട്ടും ഇത് നിസ്കരിക്കാതിരുന്നാൽ അത് ദീനിനെ നിസ്സാരമാക്കുന്നതാണെന്ന് പോലും ഉലമാക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, നിങ്ങൾ റമദാനിൽ അല്ലാത്തപ്പോഴും തസ്ബീഹ് നിസ്കരിക്കുന്ന ഒരുപാട് ഉമ്മമാരെ എനിക്കറിയാം. അപ്പോൾ തസ്ബീഹ് നിസ്കാരം ഏത് സമയത്ത് നിസ്കരിക്കാം? ഇതിപ്പോൾ 25-ാം രാവാണ്, ഇനി 27-ാം രാവ് വരുന്നു. 27-ാം രാവിലൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇത് റാഹത്തായി നിസ്കരിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ തസ്ബീഹ് നിസ്കാരം അറിയില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഉമ്മമാരെന്ത് ചെയ്യുക? ഈ വീഡിയോ ഒന്ന് അവർക്ക് അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കേട്ട് പഠിച്ചിട്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? എളുപ്പത്തിൽ നിങ്ങളുടെ കൂട്ടുകാരികളോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തിയോ ചേട്ടത്തിയോ ആരാണോ അവർക്കൊക്കെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഈ തസ്ബീഹ് നിസ്കാരം ഇപ്പോൾ ചില പള്ളികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പള്ളികളിൽ ഒരു ഇമാമിനെ പോലെ ഒരാൾ നിൽക്കും, ഇമാമിനെ പോലെ നിൽക്കും. ഇമാമല്ല, സത്യത്തിൽ ഇത് ജമാഅത്തായി നിസ്കരിക്കേണ്ട നിസ്കാരമല്ല, ഒറ്റക്ക് നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. പിന്നെ ഈ റക്അത്തും എണ്ണമൊക്കെ തെറ്റിപ്പോവാതിരിക്കാൻ ഒരാൾ ഇമാമിനെ പോലെ നിന്നിട്ട് ഉറക്കെ ഓതുന്ന ഒരു പതിവ് ചില പള്ളികളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ ഉമ്മമാർ ഏതെങ്കിലും ഒരു വീട്ടിൽ എല്ലാവരും കൂടി തറാവീഹ് നിസ്കരിക്കുന്ന ഒരു പതിവുണ്ട് എങ്കിൽ ഈ തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ ഒരു ഇമാമിനെ പോലെ, ഇമാമിനെ പോലെ ഫ്രണ്ടിൽ നിന്നിട്ട് ഉറക്കെ ഓതി നിസ്കരിക്കുന്ന ഒരു ശൈലി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതങ്ങനെ നിത്യമായി കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഓരോ ആളുകളും പഠിച്ചിട്ട് സ്വന്തമായി നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. ചില ഉമ്മമാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം നിസ്കരിക്കുള്ളൂ, അപ്പോൾ അവർക്ക് ഇത് പെട്ടെന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിസ്കാരം തെറ്റിപ്പോവാതിരിക്കാൻ അങ്ങനെ ഒരു ലീഡ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ലാത്ത കാര്യമാണ്. എന്നാലും പറയട്ടെ, ഒറ്റക്ക് നിസ്കരിക്കലാണ് വേണ്ടത്. ഒറ്റക്ക് ഇത് റാഹത്തായി നമ്മൾ പഠിച്ചെടുത്ത് നിസ്കരിക്കുക. അതോടൊപ്പം തന്നെ പറയട്ടെ, ഇത് നിസ്കാരം ഇപ്പോൾ നമ്മൾ തസ്ബീഹ് നിസ്കാരമാണ്, ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് അല്ലേ, നിന്ന് നിസ്കരിക്കേണ്ട. ഇപ്പോൾ ഒരുപാട് പേര് കസേരയിലേക്ക് ഇരുന്നാൽ നിസ്കരിക്കും. അത് കൈ പാടില്ല, കാല് പാടില്ല, നടു പാടില്ല. അപ്പോൾ ഇത്രയും നേരം നിന്ന് ഞങ്ങൾ നിസ്കരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കിത് കസേരയിലേക്ക് ഇരുന്ന് സാധാരണ ഞങ്ങൾ ഫർദ് നിസ്കരിക്കുന്ന പോലെ കസേരയിൽ ഇരുന്നിട്ട് നിസ്കരിക്കാവോ? നിസ്കരിക്കാം, കുഴപ്പമില്ല.
അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കസേരയിൽ ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട് നമ്മൾ നിയ്യത്ത് വെക്കുക. നമ്മൾ എന്ത് ചെയ്യുക, അല്ലാഹു അക്ബർ കൈ കെട്ടുക, ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സാധാരണ പോലെ 15 പ്രാവശ്യം ആ കസേരയിൽ ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തസ്ബീഹ് പറയുക. റുക്കൂ ഇങ്ങനെയാണ് നമ്മൾ റുക്കൂ ചെയ്യുന്നതെങ്കിൽ സുജൂദ് അതിനേക്കാൾ ഒരു അല്പം താഴണം കേട്ടോ. ഇരുന്ന് നിസ്കരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണേ. അത് നിലത്തിരുന്ന് നിസ്കരിക്കുന്നവരാണെങ്കിലും കസേരയിൽ നിസ്കരിക്കുന്നവരാണെങ്കിലും നമ്മൾ റുക്കൂ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് റുക്കൂ ചെയ്യുന്നതെങ്കിൽ സുജൂദ് ചെയ്യുന്ന സമയത്ത് ആ റുക്കൂവിനേക്കാൾ ഒരു അല്പം കൂടി നമ്മളിങ്ങനെ താഴണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ റുക്കൂവും സുജൂദും ഒക്കെ ഒന്നായി പോകും, അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ റുക്കൂയിൽ ഇങ്ങനെ നിന്നിട്ട് നിങ്ങൾക്ക് റുക്കൂയിൽ പറയുന്ന ദിക്റുകൾ പറഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഅ്തിദാലിലേക്ക് വന്നു. പിന്നെ സുജൂദ് ആകുമ്പോൾ ഒന്നുകൂടി താഴുക, ഒന്നുകൂടി താന്നിട്ട് പിന്നെ സുജൂദിൽ പറയേണ്ട ദിക്റുകളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ 10 പ്രാവശ്യം ആ ദിക്ർ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇരുന്ന് നിസ്കരിക്കുന്നവർക്ക് നിന്ന് നിസ്കരിക്കുന്ന ഏത് ആളുകൾക്കും എളുപ്പമായി നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. പിന്നെ ഇത്രയും ദീർഘമായി നിസ്കരിക്കുന്ന നിസ്കാരമായതുകൊണ്ട് ചിലപ്പോൾ ഈ വുളൂ പിടിച്ചാൽ കിട്ടാത്ത ആളുകളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, അതായത് നിത്യ അശുദ്ധിക്കാരായ ആൾക്കാരുണ്ട്. ചിലപ്പോൾ ചില ആളുകൾക്ക്, പുരുഷന്മാർക്ക് മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മൂത്രവാർച്ച ഉള്ള ആളുകളുണ്ടാകും. ചില ആളുകൾക്ക് ഈ കീഴ്വായു ഇങ്ങനെ പോകുന്ന ഒരു പ്രയാസമുള്ള ആളുകളുണ്ടാകും. നിത്യ അശുദ്ധിക്കാരെന്നാണ് അവരെ പറ്റി പറയുക. അപ്പോൾ അങ്ങനെ നിത്യ അശുദ്ധിക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യുക, ഈ തസ്ബീഹ് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് പോയിട്ട് വുളൂ എടുക്കുക. നേരത്തെ വുളൂ എടുത്ത് വെക്കരുത്. ഇപ്പോൾ തറാവീഹ് നിസ്കരിച്ചൊരു 12 മണിക്കാണ് തസ്ബീഹ് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സമയത്ത് വുളൂ എടുക്കുക. ആ സമയത്ത് വുളൂ എടുത്തിട്ട് വന്ന് പിന്നെ നേരെ നിങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക, നിത്യ അശുദ്ധിക്കാരാണെങ്കിൽ. അപ്പോൾ അങ്ങനെ നിസ്കരിക്കുന്നതിൻ്റെ ചിലപ്പോൾ മൂത്രം പോവാം, അല്ലെങ്കിൽ കീഴ്വായി പോകാം. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം എന്താണ്, നിങ്ങൾ നിത്യ അശുദ്ധിക്കാരാണ്. നിത്യ അശുദ്ധിക്കാരെന്ന് പറഞ്ഞാൽ സമയമായതിനു ശേഷം ആയിരിക്കണം വുളൂ എടുക്കേണ്ടത് കേട്ടോ. അതാണ് നിത്യ അശുദ്ധിക്കാർ. ഇനി നിത്യ അശുദ്ധിക്കാരല്ല, ഇപ്പോൾ സാധാരണ നമ്മളെ പോലെയുള്ള ആളുകൾ, നമ്മൾക്കിപ്പോൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ നല്ല ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ തസ്ബീഹ് നിസ്കരിക്കുകയാണ്. തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ആദ്യത്തെ 2 റക്അത്ത് നമ്മൾ നിസ്കരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ റക്അത്ത് നമ്മളിങ്ങനെ കൈ കെട്ടി നമ്മളിങ്ങനെ ഫാത്തിഹയൊക്കെ ഓതുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഗ്യാസ് പോയെന്ന് വിചാരിക്കുക, കീഴ്വായി പോകുമെന്ന് വിചാരിക്കുക. എന്താ, ഒന്നും ചെയ്യാനില്ല, കൈ അഴിക്കുക, നേരെ പോയി വുളൂ എടുക്കുക, വീണ്ടും വരിക, പിന്നെ ആദ്യം തൊട്ട് നിസ്കരിക്കുക. ഇനി ഒരാൾ ആദ്യത്തെ 2 റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടി, രണ്ടാമത്തെ 2 റക്അത്ത് ഉണ്ടല്ലോ അത് നിസ്കരിക്കുക. അതായത് ലാസ്റ്റത്തെ റക്അത്താണെന്ന് വിചാരിക്കുക, 4ാമത്തെ റക്അത്ത്. അയാൾ 4ാമത്തെ റക്അത്തിൽ ഇങ്ങനെ കൈ കിട്ടുക, അല്ലെങ്കിൽ റുക്കൂയിലാണ്, സുജൂദിലാണ്. അപ്പോൾ വുളൂ പോയി എന്ത് ചെയ്യുക, കൈ അഴിക്കുക, പോയി വുളൂ എടുക്കുക. വുളൂ എടുത്ത് വന്നിട്ട് ആദ്യം മുതലേ നിസ്കരിക്കേണ്ട, ഈ 2ാമത്തെ 2 റക്അത്തില്ലേ, ആ 2ാമത്തെ 2 റക്അത്ത് നിയ്യത്ത് വെച്ചിട്ട് നിസ്കരിച്ചാൽ മതി. അപ്പോൾ തസ്ബീഹ് നമസ്കാരം. ഇനി ഈ തസ്ബീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ദുആയുണ്ട്. ആ ദുആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നോക്കി ചൊല്ലാം, പറ്റുന്നവർക്ക് ചൊല്ലാം. ഇനി അതല്ല, അറിയാവുന്ന ഏത് ദുആയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ തസ്ബീഹ് നിസ്കാരത്തിന് ശേഷമുള്ള മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു പ്രത്യേകമായ ദുആയാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക തൗഫീഖ അഹ്ലിൽ ഹുദാ വഅഅമാല അഹ്ലിൽ യഖീൻ വമുനാസഹതി അഹ്ലിത് തൗബ വഅസ്മ അഹ്ലിസ് സ്വബ്ർ വജിദ്ദ അഹ്ലിൽ ഖശിയ വതലബ അഹ്ലിർ റഗ്ബ വതഅബ്ബുദ അഹ്ലിൽ വറഅ وعرفان أهل العلم حتى أخافك اللهم إني أسألك مخافة تحجزني عن معاصيك حتى أعمل بطاعتك عملا أستحق به رضاك وحتى أناصحك في التوبة خوفا منك وحتى أخلص لك النصيحة حياة منك وحتى أتوكل عليك في الأمور كلها وحسن الظن بك سبحانك خالق النور ربنا أتمم لنا نورنا فاغفر لنا إنك على كل شيء قدير برحمتك يا أرحم الراحمين. ഇതാണ് ദുആ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്ക് മലയാളത്തിലും അറബിയിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് നല്ലവണ്ണം ദുആ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ദുആ മറന്നു പോകണ്ട. അൽഹംദുലില്ലാഹ്, നമ്മൾ തസ്ബീഹ് നമസ്കാരം 4 റക്അത്ത് എങ്ങനെ നിസ്കരിക്കണം, ഏത് സൂറത്ത് ഓതണം, എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്, എല്ലാ കാര്യവും നമ്മൾ പ്രാക്ടിക്കലായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എത്ര റക്അത്താണ്, ഏതൊക്കെ സൂറത്താണ് ഓതേണ്ടത്, ഓരോ പ്രവൃത്തിയിലും എത്ര പ്രാവശ്യം വീതമാണ് തസ്ബീഹ് ചൊല്ലേണ്ടത്, എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില സംശയങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ തീർത്ത് തന്നിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് തസ്ബീഹ് നിസ്കാരം കൃത്യമായി നിത്യമായി നിസ്കരിക്കണം. ഇന്ന് 25-ാം രാവ്, നാളെ 26, പിന്നെ 27, 28, 29 ഈ ദിവസങ്ങളിലും ഇനി വരുന്ന ഏതൊക്കെ
ഏതൊക്കെ ദിവസങ്ങളുണ്ടോ, ഏതൊക്കെ മാസങ്ങളുണ്ടോ, എല്ലാ മാസത്തിലും എല്ലാ ദിവസത്തിലും നമുക്ക് നിസ്കരിച്ചാൽ വളരെ പുണ്യമുള്ള നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാവട്ടെ. ആരൊക്കെ എന്തൊക്കെ ദുആ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടോ അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും കൊടുക്കുമാറാവട്ടെ. നമ്മുടെ റമളാൻ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.